അപ്പോൾ പറഞ്ഞതുപോലെ ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ ഒരു എക്സാം സെൻ്ററായ അൽഫോൺസ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. വിദ്യാർത്ഥികളെല്ലാം എക്സാം കഴിഞ്ഞിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്ത് തന്നെ നേരിട്ട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇത് എക്സാം എന്നുള്ളത്. ഹായ്, നമ്മൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു സബ്ജക്ട് വൈസ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്ട് വൈസ് അടിപൊളിയായിരുന്നു. കുറേയൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും? ബയോളജി നല്ല എളുപ്പമായിരുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ഈസി ടു മോഡറേറ്റ് ഓർ ഡിഫിക്കൽട്ട് ഏതായിരുന്നു? ഒരു മീഡിയം ലെവലായിട്ട് മോഡറേറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പം മോൾക്ക് എങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഏത് സബ്ജക്റ്റിനാണ്? ബയോളജി എഴുതാൻ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു. 1 മണിക്കൂർ കൂടുതൽ എടുക്കേണ്ടി വന്നു. ഒരുപാട് ഇങ്ങനെ വായിച്ച് നോക്കി വന്നു. ഓക്കെ, അസെഷൻ റീസൺ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നോ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൺഫ്യൂസിംഗ് ആയിരുന്നോ അതോ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയോ? കുറേയൊക്കെ ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ കുറേയൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? വലിയ കുഴപ്പമില്ലായിരുന്നു. പേപ്പറിന്റെ ലെവൽ ചോദിച്ചാൽ എങ്ങനെയിരിക്കും? പേപ്പർ നമ്മുടെ കുറച്ച് എബോവ് ആവറേജ് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ബയോളജി മാനേജബിൾ ആയിരുന്നു. ബയോളജി മാനേജബിൾ. ഓക്കെ, എങ്ങനെ നമ്മുടെ മോഡൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കുറച്ച് ഇടയ്ക്കിടയ്ക്കുള്ള തിയറി എടുക്കണമായിരുന്നു. പിന്നെ ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. ഓക്കെ, കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി നമ്മുടെ ഏറ്റവും ടഫായിട്ടുള്ള ബ്രിട്ടനിലെ മോഡൽ നടന്നതിൻ്റെ അത്രയും വന്നിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയോ? കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, ഓർഗാനിക് ഇൻഓർഗാനിക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഓർഗാനിക് എളുപ്പമായിരുന്നു. ഓക്കെ, അസെഷൻ റീസൺ ടൈപ്പ്, അസേഷൻ റീസണിങ് കുറവായിരുന്നു. സ്റ്റേറ്റ്മെന്റ് കുറച്ച് വരുമെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് കുറച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ടൈം കുഴപ്പമില്ല. എല്ലാ സബ്ജക്റ്റിനും ഓരോ ടൈമിൽ വെച്ച് 45 വെച്ചിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റി അല്ലേ? ബയോളജി 45 മിനിറ്റ്സിൽ തീർത്തു. ഓക്കെ, ശരി മാം, താങ്ക് യു. ഹായ് മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അത്യാവശ്യം മോഡറേറ്റ് ആയിരുന്നു. ഏതായിരുന്നു മോൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? കെമിസ്ട്രി അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം, ഓർഗാനിക് എന്നൊക്കെ കുറവായിരുന്നു. സ്റ്റേറ്റ്മെന്റ്സും അത്യാവശ്യം കുറവായിരുന്നു. പിന്നെ ബയോളജി ബ്രില്യൻ്റ് എക്സാമിനകത്തെ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയോ? ഉണ്ടായിരുന്നു. ബയോളജി, ഫിസിക്സ് അത്യാവശ്യം കുറച്ച് എബോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്രയും നമ്മൾ ഒരു വർഷം ബ്രില്യൻ്റിലെ കോച്ചിങ്ങിലൂടെ വന്നിട്ടുള്ളൊരു എക്സാം എഴുതുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എങ്ങനെയായിരുന്നു മോളുടെ ഒരു? ഫിസിക്സ് ആയിരുന്നു കുറച്ചത്. കെമിസ്ട്രി അതുകൊണ്ട് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. ബയോളജി സ്റ്റേറ്റ്മെന്റ്സ് കുറവായിരുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായി, അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. മോഡൽ എക്സാംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈമൊക്കെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ടൈം ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടെ ഡിഫിക്കൽട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഫിസിക്സ് പറയുന്നത് അല്ലേ? ഓക്കെ മോളെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഹായ് മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കമ്പാരിറ്റീവ്ലി ടഫായിരുന്നു. കൂടുതൽ ഏറ്റവും ടഫായിട്ട് തോന്നിയത്? ബയോളജി ടഫായിരുന്നു. ബയോളജി ലെങ്തി ആയിരുന്നു. പിന്നെ ഫിസിക്സും ടഫായിരുന്നു. കെമിസ്ട്രി പിന്നെയും കുറച്ച് കുഴപ്പമുണ്ടായില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ ബയോളജി ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. അബവ് 1 hour പോയി. ഓക്കെ, അപ്പത്തിനും ഫിസിക്സ് വന്നപ്പോഴത്തേനും മൈനട്ടായിട്ട്. കെമിസ്ട്രി കുഴപ്പമുണ്ടായില്ല കമ്പാരിറ്റീവ്ലി. ഏത് സബ്ജക്ട് വെച്ചായിരുന്നു സ്റ്റാർട്ട്? ബയോളജി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു അല്ലേ? ബയോളജി ലാസ്റ്റ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈം തികയാണ്ട് വന്നേനെ. ഓക്കെ, വേറെ ഏതൊക്കെയായിരുന്നു നമുക്ക് ബയോളജിയിൽ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം എ ബി കറക്റ്റ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. കൺഫ്യൂസിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പം ഏതായിരുന്നു ഏറ്റവും കുറവ് ടൈം എടുത്തത്? കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ മോൾക്കൊരു ടഫ് ആയിരുന്നു. ഓക്കെ മോളെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.